Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ, 4th ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. കാരണം 8 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ് ഡിഫറൻഷിയേറ്റ് സ്കാലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം. സ്കാലാർ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അതായത് മാഗ്നിറ്റ്യൂഡ്സ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. ഇപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, ടൈം, വർക്ക്, പവർ, എനർജി, പ്രഷർ, ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി, ഇവയെല്ലാം സ്കാലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് സ്കാലാർ ക്വാണ്ടിറ്റീസിന് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അത്തരം ക്വാണ്ടിറ്റീസ് ആണ് എന്ത് സ്കാലാർ ക്വാണ്ടിറ്റീസ്. ഇപ്പൊ ഒരു മാസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ് എത്ര, അതായത് അതിന്റെ ഒരു നമ്പർ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണ് അതിന്റെ മാസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ ഡയറക്ഷന്റെ ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ് എന്ത് സ്കാലാർ ക്വാണ്ടിറ്റീസ്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എ സ്കാലാർ ക്വാണ്ടിറ്റി ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അതിന് ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ്? വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് വിച്ച് ഒബേസ് ദ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഓർ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അതായത് അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. മാത്രമല്ല അവ എന്ത് ചെയ്യുന്നുണ്ട്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആയിരിക്കും. സോ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുക. വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഒബേസ് ദ ട്രയാങ്കിൾ ഓഫ് അഡീഷൻ ഓർ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെന്റം, ഫോഴ്സ്, ദെൻ ആംഗുലാർ വെലോസിറ്റി, ടോർക്ക്, ആംഗുലാർ മൊമെന്റം, എക്സെട്ര. അപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. നമ്മൾ അതിന്റെ ഡയറക്ഷൻ കൂടി പറഞ്ഞെങ്കിൽ മാത്രമാണ് ആ ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ഡയറക്ഷൻ ഓൾസോ. ഓക്കെ, മെൻഷൻ ചെയ്യണം നമ്മൾ. അതുപോലെ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ആ ഹോൾ ക്വാണ്ടിറ്റി എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുപോലെ തന്നെയാണ് ആക്സിലറേഷന്റെ കേസ്. അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആക്സിലറേഷൻ ഓൾസോ വിൽ ബി എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി മൊമെന്റം P = m×v ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ഓരോ ക്വാണ്ടിറ്റീസും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ കൂടെ എന്തുണ്ടാവും? അതിനകത്ത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും തീർച്ചയായിട്ടും വെക്ടർ തന്നെയായിരിക്കും. മാത്രമല്ല ഇറ്റ് വിൽ ഒബേ ദ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഓർ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ നമുക്ക് വെക്ടർ അഡീഷന്റെ ലോസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെക്ടർ ക്വാണ്ടിറ്റീസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് വെക്ടർ ക്വാണ്ടിറ്റീസും സ്കാലാർ ക്വാണ്ടിറ്റീസും. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ, ബട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഒബേസ് ദ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ഓർ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ ഏതെങ്കിലും ഒരു വെക്ടർ അഡീഷന്റെ ലോസ് അത് എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ 2 വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. എപ്പോഴാണ് 2 വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയുന്നത്? വെൻ 2 വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. അപ്പൊ ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവ രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 2 വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എങ്ങനെ പറയാം? 2 വെക്ടേഴ്സ് A and B are said to be equal if and only if they have the same magnitude and same direction. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ 2 വെക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. OP എന്ന് പറയുന്ന ഒരു വെക്ടറും OS എന്ന് പറയുന്ന ഒരു വെക്ടറും, അതായത് AB എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് ഉണ്ട്. അവ രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ their magnitude as well as direction should be the same. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഒരു വെക്ടർ ഈക്വൽ വെക്ടേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
അതുപോലെ വാട്ട് ഡു യു മീൻ ബൈ നൾ വെക്ടേഴ്സ് ഓർ സീറോ വെക്ടർ? എന്താണ് നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പേരിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അല്ലെ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം ഒരിക്കലും എന്താണ് സീറോ വെക്ടർ അല്ലെങ്കിൽ എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്നുള്ളതല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെങ്കിൽ പോലും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കാര്യം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് നൾ വെക്ടർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ ആവുന്നത് എപ്പോഴാണ്? ഒരു നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആയിരിക്കും. അതായത് മാഗ്നിറ്റ്യൂഡ് സീറോ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വെക്ടറിനെ അതിന്റെ ഓപ്പോസിറ്റ് വെക്ടറുമായിട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് വരുന്ന രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? സീറോ ആയിരിക്കും അല്ലെ? അപ്പൊ അത് ഒരു സീറോ വെക്ടർ ആയിരിക്കും. ഇനി നമ്മൾ സാധാരണ കാണാറുള്ള ഒരു എക്സാമ്പിൾ ആണ് ഒരു ബോഡി ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. അതായത് ഒരു ബോഡി ഒരു ഭാഗത്ത് നിന്ന് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ വരുന്ന ഒരു കേസ് കൺസിഡർ ചെയ്യാം. അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എടുക്കണം, കാരണം അതൊരു വെക്ടർ ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സീറോ ആണ് അല്ലെ? അപ്പോ അതൊരു സീറോ വെക്ടർ ആണ്. അപ്പൊ അങ്ങനെയാണ് സീറോ വെക്ടർ വരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? what is a null vector എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? a null vector or a zero vector is a vector having zero magnitude and it is represented by 0. okay, the result of adding two equal and opposite vectors will be a zero vector. പിന്നെ എക്സാമ്പിൾ എന്താണ്? when a body return to its initial position its displacement will be a zero vector. അതായത് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എത്രയായിരിക്കും? സീറോ വെക്ടർ ആയിരിക്കും. The next question is what are unit vectors? പേരിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. യൂണിറ്റ് വെക്ടേഴ്സ് ആകുമ്പോൾ എന്തായിരിക്കും? അവയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ആണ്. ഇനി അതെങ്ങനെയാണ് റെപ്രസെന്റ്? എന്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് വെക്ടേഴ്സ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. അതായത് ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ്. ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് എന്താണ് ഉപയോഗിക്കുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. അതായത് ഒരു വെക്ടർ divided by p എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു മാത്രം. അതായത് സിമ്പിൾ കൺസിഡർ ചെയ്യില്ല. ഒറിജിന് റെസ്പെക്ട് ആയിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് പൊസിഷൻ a divided by മോഡുലസ് ഓഫ് വെക്ടർ. ഡയഗ്രത്തിനകത്ത് നമ്മൾ ഒരു പൊസിഷൻ വെക്ടറാണ് OP എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടർ അല്ലേ? OP എന്ന് പറയുന്ന ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് പൊസിഷൻ വെക്ടർ ആയിട്ട് നമ്മൾ ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ്. പൊസിഷൻ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആരോ ഉണ്ടാവും വിത്ത് എ ടെയിൽ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഉണ്ടാവുന്ന പോയിന്റ് ആണ് ടെയിൽ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? പൊസിഷൻ ആരോ ഹെഡ് ഇൻഡിക്കേറ്റ്സ് ലോക്കേറ്റഡ് ഇൻ പറഞ്ഞു ഒരു ഹെഡും ഒരു ടെയിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ലെങ്ത് ഓഫ് ദി ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വെക്ടറിന്റെ ലെങ്ത് കൂട്ടി വരയ്ക്കും. അതേപോലെ തന്നെ ആരോ മാർക്ക് കാണിക്കുന്നത് എന്താണ്? ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ്. അതായത് വെക്ടർ റെപ്രസെന്റിങ് ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഈസ് കാൾഡ് പൊസിഷൻ വെക്ടർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ പലപ്പോഴും പൊസിഷൻ വെക്ടറിന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? OP എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ? സോ ദാറ്റ് ഈസ് കാൾഡ് പൊസിഷൻ വെക്ടർ. The next question is redraw the figure by showing the rectangular components. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ വരച്ചിട്ടുള്ള പൊസിഷൻ വെക്ടർ കാണിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനെ നമ്മൾ റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കിയിട്ട് എങ്ങനെ റീഡ്രോ ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾസോ ടു റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ്. അപ്പൊ റെക്ടാങ്കുലർ കമ്പോണൻസിന്റെ ടേംസിൽ അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് റെക്ടാങ്കുലർ കമ്പോണൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വെക്ടറിന്റെ കമ്പോണൻസ് ഇൻ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആർ കോൾഡ് റെക്ടാങ്കുലർ കമ്പോണൻസ്. അപ്പൊ അതൊരു ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്. ഈ വെക്ടറിന്റെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ വരുന്ന രണ്ട് കമ്പോണൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിനെ റീഡ്രോ ചെയ്യാൻ പറ്റുക? റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കിയിട്ട് ഇവിടെ നമ്മൾ ഒരു വെക്ടർ ഉണ്ട്, അതായത് OP എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റിസോൾവ് ചെയ്തിട്ട്, അതായത് ഡ്രോ ലൈൻസ് ഫ്രം ദ ഹെഡ് A. അതായത് ഇപ്പോ OP
പി എന്ന് പറയുന്നതില് അതിന്റെ ഹെഡ് എന്ന് പറയുന്ന ഓയിലാണ്. ഓയിൽ നിന്ന് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള കോർഡിനേറ്റ്സ് വരയ്ക്കുകയാണ്. അതായത് ഒന്ന് എക്സ് ആക്സിസിലും ഒന്ന് വൈ ആക്സിസിലുമാണ് വരുന്നത്. അപ്പൊ അവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടാംഗുലർ കമ്പോണൻസ് എന്ന് പറയുന്നത്. അതിനെപ്പോഴും അഡ്ജസന്റ് വരുന്ന കമ്പോണന്റ്, ഇപ്പൊ നമ്മളൊരു ആംഗിൾ തീറ്റ ഇവിടെ കാണാനുണ്ടല്ലോ, അപ്പൊ അതില് ആർ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് അവിടുത്തെ അഡ്ജസന്റ് ആയിട്ട് വരുന്ന കമ്പോണന്റ് അല്ലെ. അപ്പൊ അതായിരിക്കും അഡ്ജസന്റ് കമ്പോണന്റ് എപ്പോഴും കോസ് കമ്പോണന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന കമ്പോണന്റ് എന്തായിരിക്കും, സൈൻ കമ്പോണന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം റെക്ടാംഗുലർ കമ്പോണൻസിന്റെ ടേംസിൽ? ആർ എന്ന് പറയുന്ന വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ ജെക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ ജെക്ക് ഈക്വൽ ആയിരിക്കും റെക്ടാംഗുലർ കമ്പോണൻസ്. The next question is state triangle of vector addition. Triangle of vector addition ആണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ട്രയാങ്കിൾ ലോവും അതുപോലെ തന്നെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ കേസിൽ നമ്മൾ എന്തിനാണ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഒരു വെക്ടറിനെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആഡ് ചെയ്യണം അല്ലെ. സാധാരണ ഒരു സെയിം, അതായത് ഇപ്പോ രണ്ട് വെക്ടേഴ്സ് ഇഫ് ദേ ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് രണ്ടും സെയിം ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അവയെ ആഡ് ചെയ്യാം അല്ലെ. അതായത് അവയുടെ മാഗ്നിറ്റ്യൂഡുകളുടെ സമ്മ് കാണാം, അതുപോലെ തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവയുടെ സെയിം ഡയറക്ഷനിലായിരിക്കും. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിലോ, അതാണെന്നുണ്ടെങ്കിൽ അവയുടെ ഡിഫറൻസ് കണ്ടാൽ മതി അല്ലെ. ഹൂസ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ബിഗർ വെക്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ വലുതിന്റെ ഡയറക്ഷൻ ആയിരിക്കും എന്തുണ്ടാവുക, അതിന്റെ റിസൾട്ടന്റിന് ഉണ്ടാവുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ. ഇനി ഇഫ് ടു വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, അതായത് രണ്ട് വെക്ടേഴ്സ് അവയ്ക്കിടയിൽ ഒരു ആംഗിൾ തീറ്റ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ നമുക്ക് എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ്, ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സും അതുപോലെ തന്നെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സും. അപ്പൊ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ട്രയാങ്കിൾ ലോ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ വെക്ടറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ്, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിന്റെ രണ്ട് ഡയറക്ഷനിലാണ് വെച്ചിട്ടുള്ളത് അല്ലെ. അതായത് ഡയറക്ഷൻ കാണിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ആരോ മാർക്കാണ്. അതിന്റെ ലെങ്ത് കാണിക്കുന്നത് എന്താണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ O എന്ന് പറയുന്ന ഒരു ഒറിജിൻ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എയും ബിയും നമുക്ക് ഒരു ജോയിൻ ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ആർ ടേക്കിംഗ് ഇൻ ദ സെയിം ഓർഡർ, അതായത് ഒ പി മുതൽ, അതായത് പി ക്യു എന്നുള്ളത് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ തേർഡ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ബട്ട് ഷുഡ് ബി ടേക്കൺ ഇൻ ദ ഓപ്പോസിറ്റ് മാനർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നമ്മൾ ഡയറക്ഷൻ എടുക്കുമ്പോൾ, അതായത് ഇപ്പോ ഒ പിയിൽ വന്നിട്ട് പി ക്യൂവിലേക്ക് ഡയറക്റ്റ് ആണ്, ഒരേപോലെ ഡയറക്ഷൻ ആണ് വരുന്നത്. അത് രണ്ടും എന്താണ്, രണ്ട് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിന്റെ തേർഡ് സൈഡ് ഏതാ വരിക, ഒ ക്യു അല്ലേ. അപ്പൊ ആ ഒ ക്യു എടുത്ത് നോക്കി നോക്കൂ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എ പ്ലസ് ബിക്ക് ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയാം. അപ്പൊ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും, ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ദർ resultant is given by the third side of the triangle but taken in the reverse order. അത് ശ്രദ്ധിക്കണം, അതായത് റിസൾട്ടന്റ് എടുക്കുന്നത് എപ്പോഴും റിവേഴ്സ് ഓർഡറിലായിരിക്കും, പക്ഷെ ഫസ്റ്റ് എടുക്കുന്ന രണ്ട് വെക്ടേഴ്സും ഒരേ ഓർഡറിലായിരിക്കും ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, സോ ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, the resultant is given by the third side of the triangle taken in the reverse order. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ റിസൾട്ടന്റ് കാണുക. അതായത് ഇഫ് ടു വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇനി മറ്റൊരു മെത്തേഡ് പറഞ്ഞത് എന്താണ്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് ആണ്. അപ്പൊ അവിടെയും എന്തായിരിക്കും ഉണ്ടാവുന്നത്, രണ്ട് വെക്ടേഴ്സ് ആയിരിക്കും, ദേ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പൊ ആ കേസിൽ എങ്ങനെയാണ് നമ്മൾ റിസൾട്ടന്റ് കാണാൻ നോക്കാം. If two vectors are represented in magnitude and direction by the adjacent sides of a parallelogram, ഒരു പാരലോഗ്രാമിന്റെ adjacent sides ആയിട്ടാണ് രണ്ട് വെക്ടേഴ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ their resultant is given by the diagonal of the parallelogram. അതായത് അവയുടെ റിസൾട്ടന്റ് എങ്ങനെ കാണാൻ പറ്റും, പാരലോഗ്രാമിന്റെ ഡയഗണലിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാം, if two vectors are represented in magnitude and direction by the adjacent sides of a parallelogram, then the resultant is given by the diagonal of the parallelogram. അപ്പൊ diagonal of the parallelogram ആണ് നമ്മൾ കാണുന്നത്. അത് എങ്ങനെ കാണുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം.
The next question is two vectors A and B are given below. Redraw the figure and show the vector using parallelogram method. ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇവയെ റീഡ്രോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പാരലോഗ്രാം ലോ യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ സമ്മ് കാണുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യണം. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലെ, ഈ രണ്ട് വെക്ടേഴ്സിനെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ ഒരു ഇത്തരത്തിലുള്ളൊരു അഡീഷന്റെ കേസ് വരുമ്പോൾ, അതായത് പാരലോഗ്രാം ലോ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് വെക്ടേഴ്സിൽ ഒരെണ്ണത്തിന് മൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, അതിന്റെ ഒറിജിന് ജോയിൻ ചെയ്യണം. അതായത് രണ്ടെണ്ണത്തിന്റെ ടെയിലിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒറിജിൻ ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഒറിജിൻ ആക്കി മാറ്റാം. അത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഒരു വെക്ടർ, ഇപ്പോൾ വെക്ടർ എയുടെ ഹെഡിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ അടുത്ത വെക്ടർ ബിയുടെ ഹെഡിന് പാരലൽ ആയിട്ട് ഒരു വെക്ടർ വരയ്ക്കാം. ഓക്കെ, സെയിം ലെങ്ത്തിൽ വരുന്ന വെക്ടേഴ്സ് എന്ന ലൈൻസ് വേണം വരയ്ക്കാൻ. അവ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അതായത് നമുക്ക് ഇവിടെ എക്കും ബിക്കും പാരലൽ ആയിട്ട് ഓരോ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പാരലോഗ്രാം കിട്ടും അല്ലെ. അത്രയും മനസ്സിലാക്കിയാലും മതി. അപ്പൊ അതിന്റെ ഹെഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും അല്ലെ. എ ബി എന്ന് പറയുന്നതുണ്ട്, അതിന് രണ്ടിനും എന്ത് ചെയ്താൽ മതി, പാരലൽ ആയിട്ടുള്ള ഓരോ ലൈൻസ് വരച്ചിട്ടുണ്ട്. അവ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് R = A+B എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. അതായത് മാഗ്നിറ്റ്യൂഡ് കാണാൻ, രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ എന്താണ്, R = √A² + B² + 2AB cos θ എന്നുള്ളതാണ്. R = √A² + B² + 2AB cos θ. Next question is, derive the expression for magnitude of resultant of two vectors by analytical method. എങ്ങനെയാണ് നമ്മൾ പാരലോഗ്രാം ലോയുടെ റിസൾട്ടന്റ് കാണാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. R = √A² + B² + 2AB cos θ എന്നുള്ളതാണ് കണ്ടത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ അത് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഡെറിവേഷൻ ആണ്. അതിനകത്തൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് രണ്ട് വെക്ടേഴ്സ് മാത്രം കൺസിഡർ ചെയ്യാം. അതായത് A and B are two vectors, they are inclined at an angle θ. അത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എന്ത് ചെയ്യാം, നമുക്ക് O ഒറിജിൻ ആക്കിക്കൊണ്ട് രണ്ടിന്റെയും ടെയിൽസിനെ നമുക്ക് ജോയിൻ ചെയ്യാം. അതാണ് ഡയഗ്രത്തിൽ കാണുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, Q, അതായത് എ ബി എന്ന് പറയുന്നതിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ OQ എന്ന് പറയുന്നത് ബിയും അതേപോലെ OP എന്ന് പറയുന്നത് എയുമായിട്ട് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അവ ജോയിൻ ചെയ്യുന്നുണ്ട്. അവയ്ക്ക് ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് θ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാരലോഗ്രാം ഫോം ചെയ്യണം. അപ്പൊ പാരലോഗ്രാം ഫോം ചെയ്യാൻ എന്താ ചെയ്യുന്നത്, രണ്ടിനും ഓരോ പാരലൽ ആയിട്ടുള്ള ഓരോ ലൈൻസ് വരയ്ക്കണം. അതായത് ബിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു, അതാണ് ഏത്, PS എന്ന് പറയുന്നത്. ഇനി എക്ക് പാരലൽ ആയിട്ടുള്ള ലൈനാണ് QS എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു പാരലോഗ്രാം ആണ്. ഇനി അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അതിന്റെ ഡയഗണലിന് ഈക്വൽ ആയിരിക്കും. ഏതാണ് ഡയഗണൽ, OS എന്ന് പറയുന്നതാണ് ഡയഗണൽ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പാരലോഗ്രാം ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. കാരണം നമ്മളുടെ ഡെറിവേഷൻ ആവശ്യമായിട്ട് മാത്രം ഉള്ളൊരു മോഡിഫിക്കേഷൻ ആണ്. കാരണം നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഈ OP എന്ന് പറയുന്നതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ OPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് SN എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. SN ഈസ് പെർപെൻഡിക്കുലർ ടു OP ആണ്. അതിനെ ജോയിൻ ചെയ്തു. ഇപ്പൊ നോക്കി നോക്കൂ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് മാറി അല്ലെ. അതായത് SNP എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. N എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ P എന്ന് പറയുന്നത് എന്താണ്, SPN എന്ന് പറയുന്ന ആംഗിൾ θ ആണ്. കാരണം ഇവിടെ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്താണ്, θ ആണ്. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ തന്നെ നമ്മൾ PM എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു OSും കൂടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട SNP എന്ന് പറയുന്ന ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒന്ന് കൺസിഡർ ചെയ്യാണ്. അതിൽ നിന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയും കാണാം. സൈൻ തീറ്റ ആദ്യം നമുക്ക് കോസ് തീറ്റ കാണാം. കോസ് തീറ്റ കണ്ടാൽ എന്താ കിട്ടുന്നത്, PN/PS ആണ് അല്ലെ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് PS ആണ്. സോ PN/PS എന്ന് പറയുന്നതാണ് എന്ത്, കോസ് തീറ്റ. ഇനി PN എന്ന് പറയുന്നത് അതേപോലെ തന്നെ എഴുതാം. P എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല, പക്ഷെ PS എന്താണ് നോക്കി നോക്കൂ. PS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ്, ബിക്ക് ഈക്വൽ അല്ലേ, വെക്ടർ ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ അത് കൊടുക്കാം, PS ന് പകരം B എന്ന് കൊടുക്കാം. അപ്പൊ കോസ് തീറ്റ = PN/PS.
ബി എന്ന് കിട്ടി. ഇനി പി എൻ അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. പി എൻ ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പി എൻ എന്ന് പറയുന്ന ലെങ്ത് ബി കോസ് തീറ്റ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് അതേ ട്രയാങ്കിളിൽ നിന്ന്, അതായത് എസ് എൻ പിയിൽ നിന്ന് തന്നെ സൈൻ തീറ്റ കാണാം. അപ്പൊ എന്താ വരിക? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എസ് എൻ ബൈ പി എസ് ആണ്. ഇനി എസ് എൻ ബൈ പി എസിന് പകരം എന്ത് എഴുതാം? ബി എന്ന് എഴുതാം. സോ എസ് എൻ വിൽ ബി ഈക്വൽ ടു ബി സൈൻ തീറ്റ. അപ്പൊ നമുക്ക് കിട്ടിയ രണ്ട് ഡിസ്റ്റൻസസ് ഏതൊക്കെയാണ്? എസ് എൻ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. പി എൻ എന്ന് പറയുന്നത് ബി കോസ് തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ട്രയാങ്കിൾ വീണ്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, അതായത് ഒ എസ് എൻ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇപ്പൊ അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഒ എസ് എന്നിൽ നിന്ന് നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ വെറും ജസ്റ്റ് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഒന്നും അതിനകത്ത് ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. അപ്പോ പൈതഗോറസ് തിയറം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഒ എസ് എന്ന് പറയുന്നതാണ് അതിന്റെ ഹൈപ്പോട്ടനൂസ്. സോ ഒ എസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഇനി ഈ ഒ എൻ എന്ന് പറയുന്നതിനെ തന്നെ നമുക്ക് രണ്ടാക്കിയിട്ട് എഴുതിക്കൂടെ? അതായത് ഒ പി പ്ലസ് പി എൻ എന്ന് എഴുതാലോ. ഓക്കെ, ഒ പി എന്ന് പറയുന്നത് വെക്ടർ എ ആണ്, പ്ലസ് പി എൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ബി കോസ് തീറ്റ. അപ്പൊ നമുക്ക് ഒ പി എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അതായത് ഒ പി പ്ലസ് പി എൻ എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതാം? എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ ഒ എൻ കിട്ടിയിട്ടുണ്ട്. ഇനി എസ് എൻ എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് അത്? ബി സൈൻ തീറ്റ ആണ്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇക്വേഷനകത്ത്. അപ്പൊ എന്ത് വരും? ഒ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോ അതായത് ഒ എസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ആർ അല്ലേ, റിസൾട്ടന്റ് ആണ്. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ്, അതായത് ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. സോ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എന്ത് വരും നോക്കി നോക്കൂ? എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എന്ത് വന്നു? ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയറിന് പകരം ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പൊ എന്തായി? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് വന്നു അല്ലെ. സോ എ സ്ക്വയർ, അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് കിട്ടി. അത് ആർ സ്ക്വയർ ആണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ആർ ആണ്. സോ ആർ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഓക്കെ, നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? റിസൾട്ടന്റ് ഓഫ് പാരലോഗ്രാം, അതായത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കാണുന്നത് എങ്ങനെയാണ്? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പൊ ഈ ഇക്വേഷനും ഒന്ന് അറിഞ്ഞിരിക്കുക, ഡെറിവേഷൻ ചെയ്യാനും കൂടെ ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഡയറക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എസ് എൻ ബൈ ഒ എൻ എന്നുള്ളതാണ്. ഓക്കെ, എസ് എൻ ബൈ ഒ എൻ ആണ്. ദാറ്റ് ഇസ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നുള്ളതാണ്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് വേറെ കൂടുതൽ ഡെറിവേഷൻ ഒന്നുമില്ല. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്നുള്ളതാണ്. നമ്മൾ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് ടാൻ ആൽഫ കണ്ടാൽ മതി. സോ വി വിൽ ഗെറ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി resultant. Okay, that is b sin theta divided by a plus b cos theta. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കാണുന്നത്? രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കാണുന്നത് by using parallelogram law of vectors if a and b are inclined at an angle theta. Okay. Next question is, what is trajectory followed by a projectile? അതായത് ഒരു പ്രൊജക്ടൈൽ ഫോളോ ചെയ്യുന്ന പാത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ട്രജക്ടറി എന്താണെന്നുള്ളതാണ്. അത് പരാബോളയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ വരയ്ക്കുക? ഇറ്റ് ഈസ് എ പരാബോള, പരാബോളിക് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അതാണ് എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്യുക. ദെൻ വി ക്യാൻ ഡ്രോ എ പരാബോള. The next question is, a stone is thrown up with a velocity u, which makes an angle theta with the horizontal. A, what are the magnitudes of horizontal and vertical components of velocity? And B, how do these components vary with time? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിയാണ് വിത്ത് എ വെലോസിറ്റി യു എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടിയിട്ട് നമ്മൾ മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്.
Then what are the magnitudes of horizontal and vertical components of velocity? അതായത് ഏതൊക്കെയാണ് horizontal and vertical components of velocity എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ് horizontal component എപ്പോഴും എന്തായിരിക്കും വരിക, cos component ആയിരിക്കും. That is horizontal component of velocity എന്ന് പറയുന്നത് എന്താണ്, u cos theta ആയിരിക്കും. Then vertical component of velocity u sin theta ആണ്. അപ്പൊ horizontal എന്ന് കേൾക്കുമ്പോൾ തന്നെ cos component ആണെന്നുള്ളത് ഓർത്തിരിക്കുക. vertical component ആവുമ്പോൾ എപ്പോഴും sin component ആയിരിക്കും. ഓക്കെ, അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹൗ ഡു ദീസ് കമ്പോണൻസ് വാരി വിത്ത് ടൈം? എങ്ങനെയാണ് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റ് കേസിൽ യു കോസ് തീറ്റ റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ടൈം ആണ് അല്ലെ. ഇനി വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ് സംഭവിക്കുന്നത്, വെർട്ടിക്കലി ആണ് അത് മൂവ് ചെയ്യുന്നത് കല്ല്. അപ്പൊ എന്ത് സംഭവിക്കും, ഫസ്റ്റ് ഡിക്രീസസ്, ദെൻ ടോപ്പിൽ എത്തുന്ന സമയത്ത് അവിടെ വെലോസിറ്റി ഉണ്ടാവില്ല, അപ്പൊ അതെന്തായി മാറും, സീറോ ആയിട്ട് മാറും. അതായത് ഹയസ്റ്റ് പോയിന്റിൽ സീറോ ആയിട്ട് മാറും. ദെൻ ഇറ്റ് ഇൻക്രീസസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ത് പറയാം, യു കോസ് തീറ്റ റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ടൈം ആയിരിക്കും. എന്നാൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഫസ്റ്റ് ഡിക്രീസസ്, ബിക്കം സീറോ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദെൻ ഇൻക്രീസസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. Next we have what are the values of these components at the highest point of projection. അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെയും വെർട്ടിക്കൽ കമ്പോണന്റിന്റെയും വാല്യൂസ് എത്രയാണ്, ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന വാല്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, യു കോസ് തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റ് വിൽ ബി സീറോ. ഓക്കെ, വെർട്ടിക്കലി അത് ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് എന്തായിരിക്കും, അത് കോൺസ്റ്റന്റ് ആയി നിൽക്കും. അതായത് അവിടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി സീറോ ആണ്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ എത്തുന്ന സമയത്ത് ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും, സീറോ ആയിരിക്കും. സോ വെർട്ടിക്കൽ കമ്പോണന്റ് വിൽ ബി സീറോ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ഇനി ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ ആയിരിക്കും. Next question is a projectile has an acceleration of dash in vertical direction and dash acceleration in horizontal direction. അതായത് ഒരു പ്രൊജക്ടൈലിന് എപ്പോഴും ആക്സിലറേഷൻ ഉണ്ടാവുന്നത് ഏത് ഡയറക്ഷനിലാണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. കാരണം അത് മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്, ദെൻ ടോപ്പിൽ എത്തുന്നു, വീണ്ടും തിരിച്ച് താഴത്തേക്ക് വരുന്നു. അപ്പൊ അതിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് എന്തുണ്ടാവുന്നുള്ളൂ, ആക്സിലറേഷൻ ഉണ്ടാവുന്നുള്ളൂ. അതായത് അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ആൻഡ് ഡാഷ് ആക്സിലറേഷൻ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വരുന്ന വാല്യൂ, സീറോ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഒരു വെർട്ടിക്കൽ അതായത് പ്രൊജക്ടൈലിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ വിൽ ബി ഓൾവേസ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് ദർ വിൽ ബി നോ ആക്സിലറേഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. ചെറിയൊരു ഡെറിവേഷൻ ആണ്, ഒരു 3-4 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. എങ്ങനെയാണ് നമുക്കൊരു പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ പരാബോളയാണെന്നുള്ളത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു പരാബോളിക് പാത്ത് ആണ്. അതായത് ഒരു ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി യു മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. അതായത് ഒരു പ്രൊജക്ടൈൽ മോഷൻ നടക്കുകയാണ്. അപ്പൊ ആ കേസിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ എന്തായിരിക്കും, സീറോ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എ എക്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, എ വൈ എന്ന് പറയുന്നത് എന്താണ്, -g, അല്ലെങ്കിൽ താഴത്തേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്? x is equal to uxt plus half axt square എന്ന് എഴുതാം അല്ലെ. x is equal to uxt plus half axt square എന്ന് എഴുതാം. അതില് x എന്ന് പറയുന്നത് അപ്പൊ എന്തിന് ഈക്വൽ ആയിരിക്കും, ax എന്ന് പറയുന്ന ടേം സീറോ ആയി പോയി. സോ x will be equal to uxt ആണ്. ഓർ x will be equal to ux നെ നമുക്ക് എങ്ങനെ എഴുതാം, u into cos theta എന്ന് എഴുതാം അല്ലെ. u cos theta ആണ് ux എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. സോ u cos theta into t എന്ന് എഴുതാം. ഇനി ഇതിനകത്തുനിന്ന് ടി എങ്ങനെ കാണാൻ പറ്റും, ടി is equal to x by u cos theta അല്ലേ. അതായത് ടി is equal to x by u cos theta ആണ്. ഇനി നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാൻ നോക്കി നോക്കൂ. y is equal to u sin theta t minus half g t square ആണ്. അതില് ടിക്ക് പകരം നമുക്ക് ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും നോക്കി നോക്കൂ. y is equal to u sin theta, ടിക്ക് പകരം x by u cos theta minus half g into x by u cos theta the whole square എന്ന് എഴുതാം. അതിനെന്താക്കിയിട്ട് എഴുതുന്നു, അതായത് sin theta by cos theta എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, tan theta ആണ്. u and u will get cancelled. അപ്പൊ എന്തായിട്ട് മാറും, y is equal to tan theta x minus എന്ത് വന്നു, g by 2u square
cos square theta into x square എന്ന് എഴുതാം, കാരണം അവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ g/2u square cos square theta x square എന്ന് എഴുതാം. ഈ ഇക്വേഷൻ ഒന്ന് y is equal to ax plus b x square ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ. So this is comparable അല്ലെ, അതായത് this is in the form of y is equal to ax plus b x square എന്ന് പറയുന്ന ഫോമിലാണ്. അതാണ്, അതായത് അവിടെ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. This is the equation of parabola. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, path of a projectile is a parabola. അപ്പൊ ഇത്രയാണ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, horizontal component of velocity, അതായത് എന്തായിരിക്കും വരിക, 0 ആണ് വരിക, അതായത് ആക്സിലറേഷൻ 0 ആണ്. സോ ax is equal to 0 ആണ്. ഇനി ഇക്വേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാം, x is equal to uxt plus half axt square ആണ്. അതിൽ ax 0 ആയതുകൊണ്ട് x എന്തായി മാറും, ux into t ആണ്, അതായത് u cos theta into t ആണ്. അതിൽ നിന്ന് t യുടെ ഇക്വേഷൻ കണ്ടു, t is equal to x by u cos theta ആണ്. Then vertical component of displacement എഴുതി, y is equal to u sin theta t minus half g t square ആണ്. ഇനി അതിൽ tക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇക്വേഷൻ എന്തായി മാറി, y is equal to tan theta x minus g by 2u square cos square theta into x square. This equation is in the form of y is equal to ax plus bx square. Here a and b are constants. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ y is equal to ax plus bx squareuമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ. സോ ഇത് അതായത് y is equal to ax plus bx square എന്ന് പറയുന്നത് എന്തിന്റെ ഇക്വേഷൻ ആണ്, ഇക്വേഷൻ ഓഫ് പരാബോളയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, path of a projectile is a പരാബോള എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ കിട്ടുന്നത് എന്തിന്റെ ഫോമിലാണ്, പരാബോളയുടെ ഇക്വേഷന്റെ ഫോമിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. Next we have most important derivation of this chapter. Derive the equation for time of flight, horizontal range and maximum height of a projectile. അതായത് ഒരു പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഇവ മൂന്നും കാണാനുള്ള ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, പക്ഷെ എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് ഇത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒരു പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഒരു ബോഡി വിച്ച് ഈസ് thrown with some initial velocity and then allowed to move under the influence of gravity alone. അതായത് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി, ഒരു ചെറിയൊരു ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യാണ്, അതായത് മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി മൂവിങ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ബോഡി ത്രോൺ വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ അലൗഡ് ടു മൂവ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഗ്രാവിറ്റി മാത്രമായിരിക്കും അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഇവിടെ നമുക്ക് കാണേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഇവയ്ക്കുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ ഡയഗ്രാം. ഓക്കെ, അത് ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്, മാക്സിമം ഹൈറ്റ് h ആണ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇനീഷ്യലി ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്, തീറ്റ ആണ്. വി ഹാവ് റിസോൾവ് ദ കമ്പോണന്റ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ രണ്ട് കമ്പോണന്റ്സ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ദാറ്റ് ഇസ് u cos theta ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ദാറ്റ് ഇസ് u sin theta. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത് ഒരു പ്രൊജക്ടൈലിന്റെ കേസിൽ എന്താണ്, ഇറ്റ് ഡസ് നോട്ട് എക്സ്പീരിയൻസ് എനി ആക്സിലറേഷൻ അലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന് ഹൊറിസോണ്ടലി എന്തുണ്ടാവില്ല, ആക്സിലറേഷൻ ഉണ്ടാവില്ല. നൗ വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ടൈം ഓഫ് ഫ്ലൈറ്റിനെ നമ്മൾ ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റിട്ടേൺ ടു ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ ആസ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അതായത് നമ്മളൊരു ഹൊറിസോണ്ടലി പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് അത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമാണ്. അതായത് സെയിം ഹൊറിസോണ്ടൽ ലെവലിലേക്ക് വന്ന് വീഴുന്നതിന് വേണ്ടി എടുക്കുന്ന ടൈമാണ് എന്ത്, time of flight എന്ന് പറയും. Time of flight is the time taken by the projectile to return to the same horizontal level as the point of projection. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഒരു മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ് നോക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പൊ ആ കേസിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് എഴുതി നോക്കാം. അതായത് s is equal to ut plus half at square ആണ്. അവിടെ s എന്ന് പറയുന്നത് വെർട്ടിക്കലി ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. So s is equal to 0, then u will be equal to u sin theta, a is equal to minus g and t is equal to capital T. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായി മാറും, s is equal to ut plus half at square എന്ന് പറയുന്ന ഇക്വേഷനിൽ s ന് പകരം 0 കൊടുക്കാം, u ന് പകരം u sin theta into t, okay, minus half gt square because a is equal to minus g ആണ്. So minus half gt square എന്ന് എഴുതാം.
അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയി? യു സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് ഈക്വൽ ആണ്. നമുക്ക് കാണാനുള്ളത് എന്താണ്? ടി ആണ്. സോ ടി വിൽ ബി ഈക്വൽ ടു 2u sin theta by g. ഈ ലാസ്റ്റ് ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ന്യൂമറിക്കൽസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ആവശ്യമായിട്ട് വരും. മാത്രമല്ല ഡെറിവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വളരെ ഈസിയാണ്. അതായത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു 2u sin theta by g. So it is the time taken by the projectile to return to the same horizontal level as the point of projection. Now we have to derive the horizontal range of a projectile. So what is the equation for horizontal range of a projectile? എന്താണ് horizontal range എന്ന് പറഞ്ഞാൽ? horizontal range എന്ന് പറഞ്ഞാൽ നമ്മൾ R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഡയഗ്രത്തിൽ അല്ലെ. So that is the horizontal displacement of the particle through the point of projection. അപ്പോൾ horizontal range എന്ന് പറയുന്നത് horizontal displacement of the particle through the point of projection. അതാണ് ഇവിടെ horizontal range. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. horizontal range എന്ന് പറയുന്നത് horizontal component of velocity into time of flight ചെയ്താൽ മതി. അപ്പോൾ എന്താണ് horizontal component of velocity? Yes, u cos theta ആണ് horizontal component of velocity. That into time of flight. അപ്പോൾ time of flightന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തതാണ് 2u sin theta by g എന്നുള്ളതാണ് അല്ലെ. t is equal to 2u sin theta by g ആണ്. അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? horizontal range കിട്ടും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? r is equal to u cos theta into 2u sin theta by g. Okay, u square into 2 sin theta cos theta by g എന്ന് എഴുതാം. ഇനി 2 sin theta cos theta എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? sin 2 theta ക്ക് ഈക്വൽ ആണ്. അപ്പൊ അത് എന്തായിട്ട് മാറും? r is equal to u square sin 2 theta by g ആയിട്ട് മാറും. സോ r is equal to u square sin 2 theta by g എന്ന് പറയുന്നതാണ് horizontal range of a projectile. Now we have to derive the equation for maximum height. എങ്ങനെയാണ് maximum height of a projectile കാണുന്നതാണ്? എന്താണ് maximum height? ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് h എന്ന് പറയുന്നതാണ് maximum height. അതായത് the vertical height of the highest point is the maximum height attained by the projectile. The vertical height of the highest point is the maximum height attained by the projectile. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Consider the motion in vertical direction. നമ്മൾ എപ്പോഴും vertical direction ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ equation of motion എങ്ങനെ എഴുതാം? v square minus u square is equal to 2as ആണ്. ഇവിടെ u എന്ന് പറയുന്നത് initial velocity. So u sin theta ആണ് vertical component of velocity. Then v എന്ന് പറയുന്നത് 0 ആണ്. Then a is equal to minus g and s is h. Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻസിൽ. എന്ത് വരും? വിക്ക് പകരം 0 കൊടുക്കാം. സോ 0 മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ജി എച്ച് എന്ന് വരും അല്ലെ. അത് എച്ചിനെ ഒന്ന് മാറ്റിയാൽ മതി. സോ എച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് കിട്ടും. സോ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് പറയുന്നതാണ് മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ടി ഇസ് ഈക്വൽ ടു 2u sin theta by g, r is equal to u square sin 2 theta by g and h is equal to u square sin square theta by 2g. Next question is, what is the angle of projection for maximum horizontal range? അതായത് maximum horizontal range കിട്ടാനുള്ള angle of projection എത്രയാണെന്നുള്ളതാണ്. നമ്മൾ സാധാരണ ജാവലിൻ ഒക്കെ എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് ഒക്കെ എറിയുന്ന സമയത്ത് എന്താണ് നമ്മുടെ കൈ വെക്കുന്നതിന് നമ്മുടെ കൈക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? യെസ്, 45 ഡിഗ്രി ആവും അല്ലെ. 45 ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുക. അത് നമുക്ക് ആ ഇക്വേഷനകത്ത് തീറ്റ ഈക്വൽ ടു 45 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം യു സ്ക്വയർ ബൈ ജി ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ദ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് 45 ഡിഗ്രി. സോ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 45 ഡിഗ്രി. ആൻഡ് വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഇനി എന്താണ് മാക്സിമം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അതായത് റേഞ്ച് മാക്സിമം കിട്ടുന്നത് തീറ്റ 45 ആവുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ r is equal to u square sin 2 theta by g എന്ന് എഴുതാം. that is u square into sin 2 into 45, that is sin 90 divided by g ആണ്. so that will be equal to u square by g. so r maximum എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വൽ ആണ്? u square by g ക്ക് ഈക്വൽ ആണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ ബാക്കി പോർഷൻസ് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിലും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.